ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് റൗണ്ട് നെക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഗ്രൂപ്പിൽ ആദ്യം പറഞ്ഞിരുന്നു ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണമെന്നുള്ളത്. കത്രിക, ടാപ്പ്, സ്കെയിൽ, പിന്നെ ചോക്ക്, പിന്നെ ക്ലോത്ത്, പിന്നെ നോട്ട്ബുക്ക്. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നോട്ട്ബുക്കിലേക്ക് വരച്ചിട്ട് എന്നെ കാണിക്കണമെന്നുള്ളതും കൂടി പറഞ്ഞ് അതിനൊരു പ്ലെയിൻ നോട്ട്ബുക്ക് വാങ്ങി വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത്. ഇതുവരെ നമ്മൾ ബേസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ച് തുടക്കം മുതലേ പഠിക്കണമെന്ന് പറയുന്നത്, ഒരു ഗാർമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തുടക്കം മുതലേ പഠിച്ച ഒരാൾക്ക് ഒരു ഗാർമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും. ആ സമയത്ത് ഓരോ ഓപ്ഷൻ മാത്രം എടുത്തിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ള ഒരു ഐഡിയയും അവർക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് തുടക്കം മുതലേ പഠിക്കണമെന്ന് പറയുന്നത്. അതിൽ നല്ലൊരു കോട്ടൺ ക്ലോത്ത് എടുക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഫസ്റ്റിലായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് കോട്ടൺ ക്ലോത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ക്ലോത്തിലൊക്കെ പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഈ മെഷർമെൻറ്റ് ടേപ്പ് യൂസ് ചെയ്യാം. മെഷർമെൻറ്റ് ടേപ്പ് ചിലവർക്ക് യൂസ് ചെയ്യാൻ അറിയാം, എന്നാൽ എല്ലാവർക്കും അറിയില്ല. അറിയാത്തവർക്ക് വേണ്ടി നമ്മളൊന്നുകൂടെ പറയാം. മെഷർമെൻറ്റ് ടേപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഞ്ചസിലാണ്. ടാപ്പിൻ്റെ മറുവശത്ത് കാണുന്നതാണ് സെൻറ്റിമീറ്റർ. ഇവിടുന്ന് ഇവിടെ വരെ കാണുന്നതാണ് ഈ 1 എന്ന് കാണുന്നത് വരെയുള്ളതാണ് 1 ഇഞ്ച്. ഈ 1 ഇഞ്ചിൻ്റെ ഇപ്പുറമുള്ള 3 ലൈനിലെ 1/4 അതാണ് 1/4 ഇഞ്ച്. 1 ഇപ്പുറം 3 ലൈൻ വരുന്ന വരെയുള്ളതാണ് 1/4 ഇഞ്ച്. അതിൻ്റെ ഇപ്പുറം കാണുന്ന ഒരു വലിയ വരയില്ലേ, അത് 1/2 ഇഞ്ച്. അതിൻ്റെ ഇപ്പുറം കാണുന്നത് 2 ഇഞ്ച്. അങ്ങനെ 4 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച് അങ്ങനെയായിട്ട് അങ്ങ് പോകും. 1/4 ഇഞ്ചും 1/2 ഇഞ്ചും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഫസ്റ്റ് കാണുന്ന 3 ലൈന് അതാണ് 1/4 ഇഞ്ച്. അതിൻ്റെ ഇപ്പുറം നടുവിൽ കാണുന്ന വലിയ ഒരു ലൈനാണ് 1/2 ഇഞ്ച്. അതിൻ്റെ ഇപ്പുറം കാണുന്നത് 3/4 ഇഞ്ച്. അതിൻ്റെ ഇപ്പുറം 1 എന്ന് കാണുന്നത് 1 ഇഞ്ച്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരു രൂപ പോലും മുടക്കാതെ ഫ്രീ ആയിട്ട് പ്രൊഫഷണൽ ടൈലറിങ് ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിനുള്ള മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനാദ്യം ചെയ്യേണ്ടത് ക്ലോത്ത് 2ആയിട്ട് മടക്കണം. ഇതിൽ കാണുന്ന പോലെ ഇതുപോലെ 2ആയിട്ട് മടക്കാൻ. ഓക്കെ, നമ്മൾ നിൽക്കുന്നിടത്തുനിന്നും മുൻപോട്ടേക്ക് 2ആയിട്ട് മടക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. നമ്മൾ ബാക്ക് മുമ്പൊക്കെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ അത് 4ആയിട്ട് ഫോൾഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഭാഗം മാത്രമേ നെക്ക് കട്ട് ചെയ്യുന്നുള്ളൂ, ഫ്രണ്ട് ഭാഗം. അതുകൊണ്ടാണ് നമ്മൾ 2 മടക്കുന്നത് കേട്ടോ. ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്പണിങ് വരുന്ന ഭാഗത്ത് ഒരിക്കലും നെക്ക് മാർക്ക് ചെയ്യൂല കേട്ടോ. ഫോൾഡിങ് ഏത് ഭാഗത്താണോ വരുന്നത് ആ ഒരു ഭാഗത്താണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കാൻ. ആദ്യം നമുക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. വിഡ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് 8 ഇഞ്ചാണ്. ഫോൾഡ് വരുന്ന ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഇതിപ്പോൾ 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതേപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്ന് വെച്ചിട്ട് ഇവിടെ ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. എന്നെങ്കിൽ ഇങ്ങനെ ഒരു പിന്ന് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെന്നിപ്പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനും പറ്റും. അടുത്തത് ലെങ്ത്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്യണം. മുകളിൽ നിന്ന് താഴോട്ടേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇപ്പോൾ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വിഡ്ത്തും മാർക്ക് ചെയ്ത്, അതേപോലെ നേരെ അപ്പുറത്തെ സൈഡും നമ്മൾ വിഡ്ത്ത് 8 ഇഞ്ച് ഇട്ടില്ലേ, അവിടെ താഴോട്ടേക്ക് അപ്പുറത്തെ സൈഡും 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. താഴത്തും വിഡ്ത്ത് 8 ഇഞ്ച് കറക്റ്റ് തന്നെയാണോ എന്നുള്ളതും കൂടി നോക്കാൻ. എന്നിട്ട് മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഇതിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്ത വിഡ്ത്തും ലെങ്ത്തും സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെങ്ത്തും വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് അതൊക്കെ ജോയിൻ ചെയ്ത്, ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നെക്ക് മാർക്ക് ചെയ്യുന്നു വേണ്ടതിന്. ഇപ്പോൾ ലെങ്ത്തും വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് വരുന്നത് ശരിക്കും
കാണുന്നില്ലേ? ഇനി നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിടുത്ത് മുകളിൽ നിന്ന് ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. 2.5 ഇഞ്ച് എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഇതാ 2ൻ്റെ ഇപ്പുറമുള്ള ഒരു വലിയ വരയില്ലേ, അവിടെ വരയിന്ന് 2.5 ഇഞ്ച്. മനസ്സിലായില്ലേ? അങ്ങനെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് മുന്നോട്ടേക്ക് 2.5 ഇഞ്ച് ഇതിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വിടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്യണം. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടുന്ന് താഴോട്ടേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. 5.5 ഇഞ്ച് എന്ന് പറയുന്നത് 1 മുതൽ ഇവിടെ വരെ 5.5 ഇഞ്ച്. അവിടുന്ന് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തെടുത്തുന്ന മുതൽ താഴോട്ടേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. എന്നിട്ട് അതൊരു ബോക്സ് ടൈപ്പിൽ എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ, ബോക്സ് ആക്കി കൊടുക്കാൻ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ബോക്സ് ആക്കിയിട്ട് വരയാൻ പെട്ടെന്ന് എളുപ്പത്തിൽ വരയാൻ കഴിയും. ഇനി സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തതൊക്കെ ഒരു ബോക്സ് ടൈപ്പിൽ വരഞ്ഞു കൊടുക്കാൻ. നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്തത് ഒരു ബോക്സ് ടൈപ്പിലേക്ക് വരഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ ഒരു ബോക്സ് ടൈപ്പായി മാറിയത്. ഇപ്പോൾ കണ്ടില്ലേ? ഇപ്പം എങ്ങനെയുള്ളതെന്ന് മനസ്സിലാവുന്നില്ലേ? നമ്മളിവിടെ റൗണ്ട് നെക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബോക്സ് ടൈപ്പ് ആക്കിയത് ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു കർവ് കൊടുക്കണം. അപ്പോഴാണ് റൗണ്ടായിട്ട് നെക്ക് കിട്ടാൻ. ഇതിപ്പോൾ സ്കെയിൽ കാണുന്നില്ലേ? ഈ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് വേണം അത് വരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ വെക്കണ്ടേന്ന് വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഇതേപോലെ കർവ് സ്കെയിൽ വെച്ചിട്ട് ഒരു കർവ് കൊടുക്കാൻ. ഓക്കെ, ഇനി ഈ മാർക്ക് ചെയ്ത ലൈനുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ പതുക്കെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിലെ കാണുന്ന പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ഫസ്റ്റിലായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ സ്പീഡായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കരുത്. ഇതിൽ കാണുന്ന പോലെ സാവധാനം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ ലെങ്ത്തും വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ ലൈന് വരഞ്ഞിട്ടില്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് മാർക്കിംഗ് ഒക്കെ കട്ട് ചെയ്തെടുത്തതിന് ഇനിയിത് നിവർത്തി വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നിവർത്തി കഴിഞ്ഞിട്ടാ ഇങ്ങനെയുള്ളത് നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിക്കുള്ള റൗണ്ട് നെക്ക് കിട്ടിയില്ലേ? നിങ്ങളും കട്ട് ചെയ്തതിന് ഇതുപോലെ ഉണ്ടാകണം. ഓക്കെ, നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് തുണിയിൽ കട്ട് ചെയ്യാണ്ട് അങ്ങനെ ഫസ്റ്റിലായിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും തെറ്റിപ്പോവും. അപ്പോൾ തുണി വെറുതെ വേസ്റ്റ് ആക്കണ്ട. അതുകൊണ്ട് പേപ്പറിൽ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുണിയിലേക്ക് കട്ട് ചെയ്യാം. അത് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് എനിക്ക് ആദ്യം ഫോട്ടോ അയച്ചു തരാൻ ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുണിയിൽ കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, പിന്നെ നോട്ടിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ അളവും കാര്യങ്ങളൊക്കെ ശരിക്കും ഇതേപോലെ വരച്ചിട്ട് എനിക്ക് അയച്ചു തരികയും വേണം. ഓക്കെ, നോട്ടിൽ ഇതേപോലെ വരഞ്ഞിട്ട് കാണിക്കണം. ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് 13, വിഡ്ത്ത് 8 ഇഞ്ച്, നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച്, നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ച് എല്ലാം എടുത്തിട്ട് ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഇതേപോലെ വരഞ്ഞിട്ട് എനിക്ക് കാണിക്കണം. എങ്ങനെയുള്ളതെന്ന് കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാൻ. പിന്നെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനോ പഠിക്കാൻ പോകുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.